അസ്സലാമു ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ രാത്രിയോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു സിമ്പിളായിട്ടുള്ള എന്നാൽ കഴിച്ചാൽ നല്ല സൂപ്പറായിട്ടുള്ളൊരു റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ ലെഫ്റ്റ് ഓവർ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളുണ്ടെങ്കിൽ നമുക്കിത് എളുപ്പം ചെയ്തെടുക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ന് തയ്യാറാക്കുന്ന സാൻഡ്വിച്ചിലേക്ക് സലാഡിന് പകരം കുറച്ച് കുക്കഡ് വെജിറ്റബിൾസാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കോളിഫ്ലവറോ ബ്രൊക്കോളിയോ റാഡിഷോ എന്താണുള്ളത് വെച്ചാൽ അതുകൊണ്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു പാന് ചൂടായി വന്നപ്പം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 2-3 സ്ലൈസ് വെളുത്തുള്ളി ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ ബ്രൊക്കോളി സ്റ്റിർ ഫ്രൈ തയ്യാറാക്കിയിരുന്നു. അതേപോലെ ഒരു ടേസ്റ്റിന് വെളുത്തുള്ളിയൊക്കെ ചേർത്തിട്ടാണ് ഞാനിവിടെ ബ്രൊക്കോളി വേവിച്ചെടുക്കുന്നത്. ഈ ബ്രൊക്കോളി ഞാൻ കേടാകി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ കിട്ടുമ്പം ഒന്ന് പുഴുങ്ങിയെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരു 2 മിനിറ്റ് തിളപ്പിച്ചിട്ട് ഞാൻ ഫ്രീസറിൽ സൂക്ഷിക്കാറുണ്ട് ഇതേപോലെ കിട്ടുമ്പോൾ. അപ്പോൾ അങ്ങനെയുള്ളത് എടുത്തതാണ്. ഇതിപ്പോൾ നല്ല തണുപ്പ് പോയതിന് ശേഷമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ആവശ്യത്തിന് ഉപ്പും പിന്നെ വേണമെങ്കിൽ കുരുമുളകും ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ഈ വെളിച്ചെണ്ണയിലൊന്ന് വഴച്ചെടുക്കേണ്ട ആവശ്യമുള്ളൂ. വെളിച്ചെണ്ണ അല്ലെങ്കിൽ ബട്ടർ ഉപയോഗിക്കാം. ബട്ടർ കോഫി കുടിക്കാത്തവർക്ക് ഇതുപോലെയൊക്കെ റെസിപ്പി ചെയ്യുമ്പോൾ പകരം ബട്ടർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾ നേരത്തെ വേവിക്കാത്തതാണ് എടുക്കുന്നതെങ്കിൽ ഇതുപോലെയുള്ള സമയത്തിട്ട് വേവിച്ചെടുത്താലും മതി കേട്ടോ. റാഡിഷ് ആണെങ്കിലും കോളിഫ്ലവർ ആണെങ്കിലും ഒക്കെ ഒന്ന് പുഴുങ്ങിയതിന് ശേഷം ഇങ്ങനെ ചെയ്യാൻ നമുക്ക് നല്ല എളുപ്പമായിട്ട് തോന്നും. അപ്പോൾ അതാ ഞാനിത് വഴറ്റിയെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്കിതൊരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ട് റാപ്പ് തയ്യാറാക്കാം. ഞാനിവിടെ തയ്യാറാക്കുന്നത് ചീസും ബദാം പൊടിയും ചേർത്തിട്ടുള്ളൊരു റാപ്പാണ്. അതായത് മുന്നേ ഞാൻ മസാല ദോശയൊക്കെ ചെയ്തപ്പോൾ കാണിച്ചിരുന്നു. ആ ഒരു ദോശയാണ് ഇവിടെ എടുക്കുന്നത്. എൻ്റെ കയ്യിൽ ഞാൻ മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുത്ത ബദാമുണ്ട്, അതേപോലെ മോസറല്ല ചീസും ഉണ്ട്. ഇതിപ്പോൾ ഒരു 5 സ്പൂണോളം മോസറല്ല ചീസ് ഉണ്ടാകും. അതേപോലെ തന്നെ ഒരു 6 ടേബിൾ സ്പൂണോളം ബദാം പൊടിച്ചതും ഉണ്ട്. ഇത്ര ഉണ്ടെങ്കിൽ നമുക്ക് 2 ഫ്രാപ്പ് തയ്യാറാക്കാം. ഇനി ഇതിലേക്കൊരു 4 ടേബിൾ സ്പൂണ് പാലോ അല്ലെങ്കിൽ പച്ചവെള്ളമോ ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങാപ്പാലോ പാലോ പച്ചവെള്ളമോ ഏതാ നിങ്ങളുടെ അപ്പത്തെ സൗകര്യത്തിനനുസരിച്ച് ഒഴിച്ചാൽ മതി. ഞാനിവിടെ സാധാ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചുട്ടെടുക്കാം. കാണുമ്പം ഇങ്ങനെയാണ് ഇരിക്കുന്നതെങ്കിൽ സാരമില്ല, നമ്മൾ ചുടുമ്പോൾ ചൂടായി കഴിയുമ്പോൾ ഇത് ഉരുക്കി വരും. അപ്പോൾ ഞാനൊരു പാൻ വെച്ചിട്ട് ചൂടാക്കുകയാണ്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ബ്രഷ് ചെയ്തില്ല എന്ന് വെച്ചിട്ട് കുഴപ്പമില്ല, നോൺ സ്റ്റിക്കിൻ്റെതായതുകൊണ്ട്. എന്നാലും ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചീസൊക്കെ ഉരുക്കി വരുമ്പോൾ തന്നെ നല്ലൊരു എണ്ണമയം ഉണ്ടാകും താഴെ. അപ്പോൾ ഇനി ഇതൊന്ന് ചൂടായി കഴിഞ്ഞാൽ മാവ് ഒഴിച്ച് കൊടുക്കാം. ചൂടായ ചട്ടിയിലേക്ക് മാവിട്ടതിൻ്റെ ശേഷം സ്പൂൺ കൊണ്ട് തന്നെ ഇങ്ങനെയൊന്ന് പരത്തി കൊടുക്കാം. അപ്പം താഴെയുള്ളത് ഇങ്ങനെ ഉരുകി വരുന്നുണ്ടാകും. എന്നാലും നമ്മുടെ ഒരു സ്പൂണിൻ്റെ സഹായത്തിലൊന്ന് പരത്തി കൊടുക്കാം. 3 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ദോശ വേവായി വരും. അപ്പം കുറച്ച് ക്ഷമ വേണം. ചെറിയൊരു തീയിൽ ഇതിങ്ങനെ പരക്കുന്നതും വേവുന്നതൊക്കെ ഒന്ന് കാത്തു നിൽക്കണം. ഒരുവിധം ഉരുകി വന്നു കഴിഞ്ഞാൽ പിന്നെ പാന് കൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് പിടിച്ച് കുലുക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ സൈഡിലേക്കൊക്കെ ഒന്ന് നീങ്ങി വന്നോളൂ. ഇപ്പോൾ ഇത് ഉരുകി എല്ലായിടത്തും ആയിക്കഴിഞ്ഞു. ഇനി ചെറിയൊരു തീയിൽ വെച്ചിട്ട് താഴെ ഒന്നും ഗോൾഡൻ നിറം ആകുന്നത് വരെ ഒന്ന് കാത്തു നിൽക്കാം. അപ്പോൾ അതാ നമ്മളിത് ഒഴിച്ചിട്ട് 3 മിനിറ്റ് ആകുന്നു. ഇതിൻ്റെ അടിഭാഗമൊക്കെ നല്ലൊരു ഗോൾഡൻ നിറമായി വരുന്നുണ്ട്. ഇനി ഇത് നമുക്ക് കോരിയെടുക്കാം. ഇനിയും നമ്മൾ ചൂടാക്കി കൊണ്ടിരുന്നാൽ അത് ക്രിസ്പി ആയി പോകും. പിന്നെ നമ്മൾ ഉദ്ദേശിച്ച പോലെ മടക്കിയെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇങ്ങനെ നിറം വന്നു കഴിഞ്ഞാൽ വേഗം തന്നെ ഇത് മാറ്റണം. ചിലപ്പോൾ സൈഡൊക്കെ ഒന്ന് ക്രിസ്പിയായി തോന്നും. എന്നാലും നമുക്ക് ചട്ടം കൊണ്ടൊന്ന് ഇളക്കിയാൽ സുഖമായിട്ട് കിട്ടും, പ്രത്യേകിച്ച് നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണെങ്കിൽ. പിന്നെ സ്റ്റീൽ പാത്രത്തിലൊന്നും ഇതുപോലെ പോയി ചെയ്യണ്ട കേട്ടോ, അതാകെ ഒട്ടിപ്പിടിച്ചിട്ട് കിട്ടില്ല. ഇരുമ്പിൻ്റെ പാത്രത്തിലൊക്കെ കിട്ടാൻ പ്രയാസമായിരിക്കും. അപ്പോൾ ഇനി അടുത്ത ദോശക്കുള്ളത് കൂടി ഞാൻ ചുട്ടെടുക്കുകയാണ്.
ഞാനെടുത്ത ഇൻഗ്രീഡിയൻസ് കൊണ്ട് 2 ദോശ ഉണ്ടാകും. ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതി ഇൻഗ്രീഡിയൻസ് എടുത്തിട്ട് ഒരെണ്ണം ചുട്ടെടുത്താൽ മതിയാകും. അപ്പോൾ ഇതിവിടെ പാനിൽ എല്ലായിടത്തു നിന്നും സ്പ്രെഡായി വന്നിട്ടുണ്ട്. ആദ്യത്തേത് ഞാനൊന്ന് റാപ്പ് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ ഇതാ ആദ്യം നമ്മൾ ഉണ്ടാക്കിയ ദോശ ചൂടാറിയിട്ടുണ്ട്. ഇതിൻ്റെ നടുക്ക് നമുക്ക് ബ്രോക്കോളി വഴറ്റിയെടുത്തത് വെച്ച് കൊടുക്കാം. പിന്നെ ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ ഒരു 6-7 ബ്രോക്കോളിയുടെ ഫ്ലോററ്റ്സ് മതിയാകും കേട്ടോ. ഇനി ഇതിൻ്റെ രുചി കൂട്ടാനായിട്ട് പനീർ പൊരിച്ചതോ ഇറച്ചി പൊരിച്ചതോ ഒക്കെ വെച്ച് കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് എൻ്റെ കയ്യിലുള്ള ഇറച്ചി പൊരിച്ചതൊന്ന് പൊടിച്ചെടുത്തിട്ട് മേലെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു മിക്സി ജാറിലോ അല്ലെങ്കിൽ ഒരു ചോപ്പറിലോ ഇട്ടിട്ട് ഇതുപോലെ കയ്യിലുള്ള ഇറച്ചിയെ നമുക്ക് പൊടിച്ചെടുക്കാം. സമൂസ മസാല ഉണ്ടാക്കിയതൊക്കെ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ നല്ല എളുപ്പമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും 2 സൈഡും ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ സാൻഡ്വിച്ച് പേപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൂടി വെച്ചിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം. ഞാനിവിടെ സാൻഡ്വിച്ച് പേപ്പർ എൻ്റെ കയ്യിൽ തീർന്നു പോയി, അതുകൊണ്ട് തൽക്കാലം ഞാനൊരു ബേക്കിംഗ് ഷീറ്റ് എടുത്തിട്ട് അതിൽ റോൾ ചെയ്തെടുക്കുകയാണ്. അല്ലെങ്കിൽ ഇതിൻ്റെ താഴ്ഭാഗത്ത് കൂടി നമ്മൾ കഴിക്കുമ്പം അതിൻ്റെ ഉള്ളിൽ വെച്ച ഫില്ലിംഗ് ഒക്കെ പുറത്തു പോകാൻ ചാൻസ് ഉണ്ട്. നാട്ടിലാണെങ്കിലും സാൻഡ്വിച്ച് പേപ്പറൊക്കെ ഇപ്പോൾ എല്ലായിടത്തും അവൈലബിൾ ആണ്. വലിയ വില ഒന്നുമില്ല. അപ്പോൾ ചെയ്യുമ്പോൾ താഴ്ഭാഗം ഒന്നിങ്ങനെ മടക്കിയതിന് ശേഷം 2 സൈഡിൽ നിന്ന് മടക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ റെഡിയായി കഴിഞ്ഞാൽ രണ്ടാമത്തെ സാൻഡ്വിച്ച് ഞാനിവിടെ റെഡിയാക്കുകയാണ്. ഫില്ലിംഗ് ഒക്കെ വെച്ച് കഴിഞ്ഞു. ഇനി സോസുകൾ വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ കഴിക്കുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുത്തിട്ട് കഴിച്ചാലും മതി. അപ്പോൾ പേപ്പർ മടക്കുമ്പോൾ അടിഭാഗം ഇങ്ങനെ ഒന്ന് ആദ്യം മടക്കിയിട്ട് 2 സൈഡും മടക്കിയാൽ മതി കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ കഴിക്കുമ്പോൾ അതിനകത്ത് ഫില്ലിംഗ് ഒന്നും താഴേക്ക് പോകില്ല. അപ്പോൾ ആ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അടിഭാഗം ആദ്യം മടക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതാ ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ തയ്യാറാക്കാവുന്ന നമ്മുടെ സാൻഡ്വിച്ച് റെഡിയായി. ഒരു ദിവസം രാത്രിയാണ് ഞാനിത് റെഡിയാക്കിയത്. പിന്നെ ശരിക്കും ബ്രോക്കോളി സ്റ്റിർ ഫ്രൈ കഴിക്കാനായിരുന്നു ഇന്നത്തെ എൻ്റെ പ്ലാന്. പക്ഷേ ഹസ്ബൻഡിനോട് കൊടുത്തപ്പം പറഞ്ഞു എനിക്കത് വേണ്ടാന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് കുക്ക് ചെയ്ത മീറ്റൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് പൊടിച്ചെടുത്തിട്ടൊന്ന് സാൻഡ്വിച്ച് ആക്കാമെന്ന്. അപ്പോൾ നിങ്ങൾക്കും അതേപോലെ വെജിറ്റബിൾസ് കഴിക്കാനൊരു താല്പര്യക്കുറവൊക്കെ തോന്നുകയാണെങ്കിൽ ഇതുപോലെ കുറച്ച് ഇറച്ചിയോ പനീറൊക്കെ ഇട്ടതിന് ശേഷം ഇങ്ങനെ സാൻഡ്വിച്ച് ആക്കിയിട്ട് കഴിക്കാം. അപ്പോൾ നല്ലൊരു ഫീലിംഗ് ആണ്, നല്ലൊരു റെസിപ്പി ആയിരിക്കും. നമ്മൾ വെറുതെ ആ ഒരു ബ്രോക്കോളി സ്റ്റിർ ഫ്രൈ കഴിച്ചു പോകുന്ന പോലെയല്ല. കുറച്ച് വീട്ടിൽ തയ്യാറാക്കിയ ഹോം മെയ്ഡ് മയണൈസും അതേപോലെ CHF ടൊമാറ്റോ സോസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം കഴിക്കുമ്പം നല്ല രുചിയാണ് കേട്ടോ. എല്ലാ ദിവസവും സലാഡ് തന്നെ കഴിക്കുമ്പം അല്ലെങ്കിൽ ഒരേ മെനുവിൽ തന്നെ പോകുമ്പം നമുക്ക് LCHFനെ കൂടുതൽ രസകരമാക്കാൻ ഇതേപോലെയുള്ള സിമ്പിൾ റെസിപ്പികളൊക്കെ ചെയ്ത് നോക്കാം. എന്നാൽ കഴിക്കുമ്പോൾ നമുക്ക് നല്ലൊരു ഹെവി ആയിട്ടും തോന്നും. കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിന് തന്നെ നല്ലൊരു സന്തോഷമായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾ തയ്യാറാക്കുമ്പോൾ വീട്ടിൽ തയ്യാറാക്കിയ LCHF ഫ്രണ്ട്ലി മയണൈസും ടൊമാറ്റോ സോസും തന്നെ ഉപയോഗിക്കണം കേട്ടോ. പാക്കറ്റൊന്നും വാങ്ങരുത്, അതിനകത്ത് ഷുഗറും വെജിറ്റബിൾ ഓയിലും ഒക്കെ ഉണ്ടാകും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കണം. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തിയിട്ട് ബെല്ലൈക്കൺ ഒന്ന് ഇനേബിൾ ചെയ്തേക്കണേ. ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പം ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. ഇതുവരെയും സപ്പോർട്ട് ചെയ്ത എല്ലാ സുഹൃത്തുക്കളോടും ഒരുപാട് നന്ദി പറയുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.